ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൽഹാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്ലാന്റ്സിൽ കുറച്ച് പ്ലാന്റ്സ് ഇംപേഷ്യൻ്റ് പ്ലാന്റ്സ് കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് ഇലയൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് ഡാമേജൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീട്ടിൽ തന്നെ നട്ടുവെക്കാം, നമുക്ക് സ്വന്തം ചെടിയായിട്ട് നട്ടുവെക്കാമെന്ന് കരുതി. എനിക്ക് ഇംപേഷ്യൻ്റ് പ്ലാന്റ് വലിയ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുവെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നട്ടുവെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉഷാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ജിഫി ബാഗിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ള ഇംപേഷ്യൻസ് ഒക്കെ ഉണ്ടോ, ചൈനീസ് ബാൽസ് ഉണ്ടോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ വലിയ റേറ്റ് ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെടി പിടിപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് നമുക്കങ്ങനെ പിടിപ്പിച്ച് വെക്കാമെന്നും കരുതി. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനിതിനകത്തുനിന്ന് ഒരു 8-9 പ്ലാന്റ് എടുത്തിട്ട് അത് വീട്ടിൽ നട്ടുവെക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് നട്ടുവെക്കുകയാണ്. ഇത് നമ്മുടെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. ഒരുപാട് പേര് ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ. 60 രൂപയായിരുന്നു ഈ പ്ലാന്റിൻ്റെ വിലയുള്ളത്. ഇനിയും നമുക്ക് ഈ പ്ലാന്റ് സെയിലിനുണ്ട് കേട്ടോ. വീട്ടിൽ കുറേ പഴയ ചട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ്, കളറൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്തേക്ക് പിടിപ്പിച്ച് വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഒരു 2-3 റോസും കൂടെ പിടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഡാമേജ് വന്നൊന്നുമല്ല, നല്ല റോസാണ്. റോസ് ചെടി കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണമെങ്കിലും നട്ടുവെച്ചില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് ബാൽസവും അതുപോലെ റോസൊക്കെ ഏകദേശം ഒരേ പോട്ടി മിക്സിലൊക്കെ നടാവുന്നതാണ്. ഒരു നോർമൽ പോട്ടി മിക്സിൽ ഈ ചെടികളൊക്കെ നടാം. അപ്പോൾ ഇത് മണ്ണും അതുപോലെ തന്നെ മണലും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഇംപേഷ്യൻ്റ് പ്ലാന്റ്സും റോസയൊക്കെ ആണെങ്കിലും നല്ല എയറേഷനുള്ള മണ്ണിൽ പോട്ടി മിക്സിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളം വാർന്നു പോകണം ഇതിന്. പിന്നെ മണൽ കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് ചെടി ഉഷാറായിട്ട് വളരും. പിന്നെ ഞാൻ ചാണകപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇത് ഒരു കിലോയുടെ ഒരു ചെറിയ പാക്കറ്റാണ്. ഇതിന് 50 രൂപയാണ് വിലയുള്ളത്. അപ്പോൾ വലിയ പാക്കറ്റ് നമ്മൾ മേടിച്ച് തീർന്നു പോയി. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇത് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ടുള്ളതാണ്. ഇതിനങ്ങനെ മണമോ ഒന്നുമില്ല. നമുക്ക് ചുമ്മാ കൈകൊണ്ട് എടുത്ത് വാരി ഇടാൻ പാകത്തിന് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണിത്. പിന്നെ ഉള്ളത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്ക് ഒരു പിടിയൊക്കെ ഇട്ടാലും മതിയായിരിക്കും. എല്ലുപൊടി ചെടികൾക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. പക്ഷേ സൂക്ഷിച്ച് കണ്ടുമൊക്കെ ഇടണം, ഒത്തിരി ഒന്നും കൂടി പോവാണ്ട് ഇടാം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ചേർത്ത് വളങ്ങളൊക്കെ ചേർത്ത് പോട്ട് ചെയ്യുന്നത് എപ്പോഴും വേരൊക്കെ പിടിച്ചിട്ടുള്ള ചെടികളൊക്കെ ആവണം കേട്ടോ. നമ്മൾ കമ്പ് കുത്തി വയ്ക്കുന്നതിലൊന്നും ഇങ്ങനെ ഇതൊന്നും ചേർക്കരുത്, വെറുതെ മണ്ണിലോ ഒക്കെ ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ എടുത്തേക്കണ കൊക്കോപീറ്റാണ്. ഇംപേഷ്യൻ്റ് പ്ലാന്റിന് കൊക്കോപീറ്റ് അധികം ആവശ്യമില്ല. അവരുടെ തണ്ടിൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ചെടിയാണവർ. എന്നാലും എന്നും വെള്ളം വേണ്ട ഒരു ചെടിയുമാണ്. അപ്പോൾ കുറച്ച് കൊക്കോപീറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം പോട്ടി മിക്സിൽ ചെറിയൊരു നനവുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ 2 ദിവസമൊക്കെ നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കൊക്കോപീറ്റ് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ കൊക്കോപീറ്റും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധാരണ പോട്ടി മിക്സിൽ നമുക്ക് ഈ ഇംപേഷ്യൻ്റ് പ്ലാന്റിനെ നടാം. ഞാനിപ്പോൾ ഇംപേഷ്യൻ്റ് പ്ലാന്റിനും അതുപോലെ തന്നെ റോസയ്ക്കും കൂടി ആയിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് എടുക്കുന്നത്. മണ്ണും മണലും ഞാൻ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി അത്രയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഒരു 2 കപ്പൊക്കെ ചേർത്താൽ മതിയായിരിക്കും. അതുപോലെ എല്ലുപൊടി 1 പിടി അത്രയാണ് ചേർക്കുന്നുള്ളൂ. പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കമ്പോസ്റ്റൊക്കെ ചേർക്കാം നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. ഞാനിതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പോട്ടി മിക്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇത് നട്ടു വയ്ക്കാം. അപ്പോൾ ഇത് നടുമ്പോൾ ആ ഹോളെല്ലാം അടച്ച് വെക്കുന്ന രീതിയിലാണ്. അതായത് കുറച്ച് മെറ്റൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഹോള് വെള്ളം ഊർന്നു പോകാൻ പാകത്തിന്, അതായത് മണ്ണ് ചെന്നിട്ട് ഹോൾ അടഞ്ഞു പോകാത്ത രീതിയിൽ ചട്ടിയിൽ കല്ലുകൾ എന്തെങ്കിലും ഇടുക, ഓടിൻ്റെ കഷ്ണം എന്തെങ്കിലും ഇടുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോയിൽ അതൊന്നും കാണിക്കാത്തത്. പിന്നെ ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഇട്ടു. ചെടിയുടെ ഈ ഒരു ചെടി ഇരിക്കുന്ന ആ ഒരു പോട്ടി മിക്സ് അത്ര കുഴപ്പമില്ലാത്തൊരു പോട്ടി മിക്സാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മണ്ണ് കളയുന്നില്ല. പോട്ടി മിക്സ് അല്ല, മണ്ണാണത്.
അപ്പോൾ ആ മണ്ണ് ഞാൻ കളയുന്നില്ല, അത് നേരെ അങ്ങനെ തന്നെ വെക്കുകയാണ്. ചില ചെടികളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള മണ്ണായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് ചെടി നടുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ചെടി നടുകയാണ് ചെയ്തത്. പിന്നെ ഇനി നമുക്ക് ചെടി വെച്ചതിന് ശേഷം ബാലൻസ് പോട്ടി മിക്സ് കൂടെ ഇട്ട് അത് ഫില്ല് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിക്കുക. ആദ്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നത് വരെ ഒഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെടി നട്ടതിന് ശേഷം അതിനെ തണലത്ത് വെക്കുക. ഒരാഴ്ചയെങ്കിലും തണലത്ത് വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. കാരണം നട്ട ഉടനെ തന്നെ വെയിലത്തേക്കോ പുറത്തേക്കോ ഒക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി പിടിച്ച് കിട്ടാണ്ട് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും തണലത്ത് വെക്കുക. കറക്റ്റായിട്ട് നമ്മൾ വെള്ളമൊക്കെ നോക്കുക, മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടും വെള്ളമൊക്കെ നോക്കുക. ടെസ്റ്റ് മീൻസ് മണ്ണ് നോക്കുക, ഡ്രൈ ആണോ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടി നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ്. പലരും ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ചെടികളൊന്നും പിടിച്ച് കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചെടികളെല്ലാം പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോസയൊക്കെ ഞാനിതിൽ പൂക്കളൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുക. ഇത് നമ്മുടെ ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പൂക്കളെല്ലാം ഉണ്ടായതിന് ശേഷം നമ്മളത് കട്ട് ചെയ്താൽ മതി. നടുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയണമെന്നില്ല. പിന്നെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള 1-2 ഇത് മാത്രം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഉഷാറായിട്ട് പിടിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് കട്ടിങ്സൊക്കെ എടുക്കാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം എന്നാന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.